മറായ, മിറർ എന്നർത്ഥം വരുന്ന അറബിക് പദം. ഹെഗ്രയിൽ നിന്ന് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഗ്ലാസ് ബിൽഡിംഗ് കാണാനാണ് കേട്ടോ. അപ്പോൾ അവിടേക്കുള്ള എൻട്രി 5 PM മാത്രമേ ഉള്ളൂ. അപ്പോൾ പോകുന്ന വഴിയിൽ ഇതുപോലെ കുറേ ഓറഞ്ച് തോട്ടങ്ങളും ഈത്തപ്പഴത്തോട്ടങ്ങളും ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് പറിക്കണം എന്ന് തോന്നുക മാത്രമല്ല ഞങ്ങൾ പറിക്കുകയും ചെയ്തു. പക്ഷെ ഒട്ടുക്കത്തെ പുളിയായിരുന്നു കേട്ടോ, നമുക്ക് കഴിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ അച്ചാറിടാനേ പറ്റുള്ളൂ. പക്ഷെ കഴിക്കാമെന്നുള്ള പ്രതീക്ഷയിൽ പൊട്ടിച്ചതായിരുന്നു. അങ്ങനെ നമ്മൾ മറായ ഗ്ലാസ് ബിൽഡിങ്ങിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പെർ ഹെഡ് അഡൽട്ട്സിന് 95ഉം കിഡ്സിന് 45ഉം ആണ് കേട്ടോ റേറ്റ് വരുന്നത്. 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് മാൻഡേറ്ററി ആണ് കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസ് ബിൽഡിങ്ങിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഏകദേശം ഒരു കിലോമീറ്റർ മുൻപായിട്ട് നമുക്കൊരു ചെക്ക് പോസ്റ്റ് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തത് കാണിച്ചു കൊടുത്താൽ മാത്രമാണ് നമ്മളതിനെ അകത്തേക്ക് കയറ്റി വിടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ നമ്പറും നമ്മൾ തന്നെയാണോ ഓണർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ വിടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇക്കാമയും ടിക്കറ്റും കാര്യങ്ങളും ഒന്നും എടുക്കാൻ ആരും മറക്കണ്ട. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഗ്ലാസ് ബിൽഡിങ്ങിൽ കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് മറായ ടൂറിസ്റ്റിൻ്റെയാണ്. അപ്പോൾ അവരുടെ പാക്കേജ് തന്നെയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു ടൂറിസ്റ്റ് ഗൈഡും ഉണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലാസ് ബിൽഡിങ്. ഏകദേശം 9700ഓളം പാനൽസ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ് ബിൽഡിങ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. മറായ എന്നത് അറബിക് പദമാണ്. മിറർ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്നൊക്കെയാണ് കേട്ടോ അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് വേൾഡിലെ ലാർജസ്റ്റ് മിറേർഡ് ബിൽഡിങ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ബിൽഡിങ് ഉണ്ടെന്നുള്ളത് ആ ഒരു എഡ്ജസിൽ നോക്കിയാൽ മാത്രമാണ് കേട്ടോ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഈ ഒരു ബിൽഡിങ്ങിന് ചുറ്റിലും ഇങ്ങനെ ഒരു കോട്ട പോലെ ഈ പാറക്കെട്ടുകളായതുകൊണ്ടും അതിൻ്റെ റിഫ്ലക്ഷൻ കറക്റ്റായിട്ട് ഇതിനകത്ത് വരുന്നതുകൊണ്ടും നമുക്ക് അങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിലൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ എഡ്ജസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അത്രയും ഒരു ബ്യൂട്ടിഫുൾ നിർമ്മിതി തന്നെയാണ് കേട്ടോ അത്. 9700ഓളം ഗ്ലാസ് പാനൽസ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കംപ്ലീറ്റ് ബിൽഡിംഗ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു സൗന്ദര്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ എത്രമാത്രം എഫേർട്ടാണ് അതിൻ്റെ പിന്നിലുള്ളതെന്നും. ഇവിടെ നമുക്കൊരു ഗൈഡ് ഉണ്ടെങ്കിൽ കൂടി ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പിന്നിലെ ഒരു സ്റ്റോറിയൊക്കെ നമുക്കൊരു കുഞ്ഞൊരു വീഡിയോ ആയിട്ട് ഇവിടെ നമുക്കങ്ങനെ കാണിച്ചു തരും കേട്ടോ. ഇനി നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഗ്ലാസ് ബിൽഡിങ്ങിൽ ഈവൻസുകളാണെങ്കിലും കോൺസേർട്ടുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ ഹാപ്പൻ ചെയ്യുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റേജും അതുപോലെ VIP സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും എല്ലാം ആണ്. അപ്പോൾ പെർ നൈറ്റ് മില്യൺസ് റിയാലാണ് കേട്ടോ ഇതിനെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ആരും ഇവൻറ്റിനൊന്നും വിളിച്ച് നമുക്ക് ഈ ഒരു സ്ഥലം കാണേണ്ടി വരില്ല എന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പരമാവധി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇവൻറ്റിന് വരുന്നതേ സ്പെഷ്യൽ ഗസ്റ്റാണ്. പക്ഷേ മുകളിൽ ഒരു റോ നമുക്ക് VVIP സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ് കേട്ടോ.
ഇനി ഈ ഒരു ഗ്ലാസ് ബിൽഡിങ്ങിൽ അടുത്തൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ബുഫേ കൗണ്ടർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇവൻറ്റിന് വരുന്നവർ മാത്രമല്ല, അല്ലാതെ തന്നെ ഇവിടെ ബുഫേ കൗണ്ടർ ഓപ്പൺ ആവും എല്ലാ ദിവസവും ഈവനിങ്ങിലാണ് കേട്ടോ. 5 PM തൊട്ടിട്ട് ഇവിടെ ഇത് ഓപ്പൺ ആണ്. ഇങ്ങോട്ടുള്ള ടിക്കറ്റ് ചാർജ് നമ്മൾ അല്ലുല ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന മെനുവിനനുസരിച്ച് ടിക്കറ്റ് പ്രൈസ് വേരിയേഷൻ ഉണ്ടായിരിക്കും. ടിക്കറ്റ് ആർക്ക് വേണമെങ്കിലും അവരുടെ ആപ്പ് വഴി പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും ലക്ഷൂറിയസ് ആയിട്ട് ബുഫയൊക്കെ കഴിക്കണം എന്നുള്ളവർക്ക് ധൈര്യമായിട്ട് കയറിപ്പോരാം. ഈ ഒരു റെസ്റ്റോറൻറ്റ് പോർഷനിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് വീണ്ടും നമ്മുടെ ഗ്ലാസ് ബിൽഡിങ്ങിൻ്റെ കുറേ ഭാഗങ്ങൾ നമുക്ക് രണ്ട് സൈഡിലും കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചെന്ന് നിന്നിട്ട് നമുക്ക് റിയൽ ആയിട്ടുള്ള ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഓപ്പൺ സ്പേസ് ഏരിയ ആണ്. ആ മിററിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ മേഘങ്ങളും ആകാശവും ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഒരു വ്യൂ. ഈ റെസ്റ്റോറൻറ്റ് കൗണ്ടറിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു 2 ആൽബങ്ങളും. ഹെഗ്രയുടെ ഹിസ്റ്ററി പറയുന്ന ഒരുപാട് ചിത്രങ്ങളും എഴുത്തുകളൊക്കെ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ആൽബമാണ്. ചുമ്മാതെങ്കിലും ഒന്ന് വായിച്ച് നോക്കാനും മറിച്ച് നോക്കാനും ഒക്കെ രസമായിട്ടുള്ള കുറച്ച് ആൽബങ്ങളാണ് കേട്ടോ അവരിവിടെ വെച്ചിട്ടുള്ളത്. അല്ലുലയിലെ അടുത്തൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എലിഫൻറ്റ് റോക്കാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എലിഫൻറ്റിൻ്റെ ഒരു ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ അതിന് എലിഫൻറ്റ് റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ വരും രാത്രി, പക്ഷേ റംദാൻ ടൈമിംഗ് ആയതുകൊണ്ട് ഇനി ലൈറ്റിങ് പുലർച്ചെയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമുക്കത് കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.